ഇത് കോടമ്പക്കത്തെ AVM സ്റ്റുഡിയോ. ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരന്റെ സിനിമാ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച ചലച്ചിത്ര ലോകം. അങ്ങനെ പിടിച്ചാൽ അവനെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഹസാബ് ചെയ്യും, വെട്ടി നുറുക്കി മുതലുകൾ കിട്ടുകൊടുക്കും. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. തച്ചോളി ഉദയനെ കൊന്നതാരാണ്? ഞാൻ ഇത്രയും കാലം അച്ചായെന്ന് വിളിച്ചിരുന്ന നിങ്ങൾ പ്രേമമോ? അമ്പടി ജിഞ്ചിന്നാക്കടി. അങ്ങോട്ട് പോയിന്താ, ഷൂട്ടിങ് ഇറങ്ങുന്നതാ പോയിന്താ. സിനിമ എന്ന് പറഞ്ഞാൽ ചാൻസ് ചോദിക്കാൻ വേണ്ടി ഞാൻ നടക്കുകയാണ്. കുറെ ചാൻസലർമാര് ആടെ തെറ്റിച്ചത് ഞാൻ തെറ്റിച്ചാ? നീയൊക്കെയല്ലേടാ തെറ്റിച്ചത്? എടാ ഞാൻ തെറ്റിപ്പിന്റെ ആശ നീയല്ലടാ. എടാ വില്ലൻ ചെയ്യുന്ന രാജേന്ദ്ര, നിന്റെ അടുത്ത് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. നീ അഭിനയിക്കുന്ന ഡബ് ചെയ്യാൻ നല്ല ഡബിംഗ് ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ നീ പിപ്പിരിയാണ്. നീ ആദ്യം മനസ്സിലാക്കണം. ആരുമില്ല, എല്ലാരും മനസ്സിലാവും, അവർക്ക് തെറ്റുപറ്റും. ആഹാ, നല്ല ചാൻസലർ വന്നല്ലേ. എന്താ പ്രശ്നം സുരേന്ദ്ര? അല്ല സാർ, ഞാനേ ഒരു ഡയലോഗ് അഭിപ്രായം പറഞ്ഞപ്പോ ഉടനെ പറഞ്ഞു ഞാൻ തെറ്റിച്ചെന്ന്. ഏത് ഡയലോഗിന്? ആറ്റിങ്ങലിലെ പീറ്ററെ നിന്നെ ജെട്ടിയിലിട്ട് കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മനുഷ്യനെ എന്തായാലും കൊല്ലുന്നു, ജെട്ടിയിലിട്ട് കൊല്ലണ്ട മുണ്ടുടിപ്പിച്ച് കൊല്ലുന്നല്ലേ നല്ലതെന്നൊരു അഭിപ്രായം പറഞ്ഞു. 10 പേര് കൂടുന്ന സ്ഥലമല്ലേ, മരണമാകുമ്പോ 10 പേര് കൂടൂലേ. ആ അഭിപ്രായം പറഞ്ഞപ്പോ ഡയറക്ടർ ഇഷ്ടപ്പെട്ടില്ല, പ്രക്കാട്ടിനെറിഞ്ഞു. നിന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ്, നീ നാട്ടിൽ പോകണം നല്ലത് കേട്ടാ. ഇല്ല സാറേ, ഞാൻ അങ്ങനെ നാട്ടിൽ പോകണമെന്നല്ല. ഈ സുരേന്ദ്രൻ ഇവിടെ വന്നെങ്കിലേ ഞാൻ ദാ ഈ മലയാള സിനിമയിലെ ഓരോ താരങ്ങളും സംവിധായകരും എന്നെ കാത്തിരിക്കുന്ന ഒരു ദിവസം വരും സാറേ. ഓഹോ, വലിയ നടനായിട്ട് പ്രതികാരം ചെയ്യാൻ വരുമായിരിക്കും നീ. അതല്ല, പാല് കച്ചവടം തുടങ്ങിയ എന്തെന്നൊരു ഐഡിയ ഉണ്ട്. കാരണം പാല് കൊണ്ട് കൊടുത്തെങ്കിലല്ലേ ലൊക്കേഷനിൽ ചായ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അത് അല്ലാതെ കിട്ടുമെന്ന് തോന്നല. സുരേന്ദ്ര, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത്? നീ എന്തിനാ ഈ സംവിധായകന്റെ വയറിക്കുന്നത് കേൾക്കുന്നത്? എന്ത് സാറേ? താണ്ട് അവിടെ നല്ലൊരു പടം ഷൂട്ട് ചെയ്യല്ലേ, പുലിയെ വെച്ചിട്ട്. അവിടെ പോയിരുന്ന ഒരു പുലിയുടെ വേഷം നിനക്ക് കിട്ടൂലായിരുന്നാ? ഈ പുലിയുടെ വേഷം കിട്ടിയാൽ ശരിയാവൂല സാറേ. അത് കഴിഞ്ഞ ദിവസം ഞാൻ പുലിയുടെ വേഷം കിട്ടി അവിടെ ചെന്ന്. ഞാൻ ഈ ബ്രേക്ക് ടൈമിൽ അവന്റെ അടുത്ത് എന്ന് പറഞ്ഞ പ്രൊഡക്ഷനിലെ പയ്യന്റെ അടുത്ത് പറഞ്ഞേ, 2 ഇഡ്ഡലി ഇച്ചിരി സാമ്പാർ കുഞ്ഞു തരേ. ഇവൻ പറയൂണ് പുലിയല്ലേ വേട്ടയാടി തിന്നൂടെന്ന്. അതെന്തോ പറയാ, അത് ആക്കി പറച്ചില്ല. നമ്മളെന്ത് മനുഷ്യരല്ലേ നമ്മൾ. അത് കറക്റ്റ് ആണ്. യുവമാരൊന്നും ശരിയല്ല. എന്ത് പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ സിനിമയ്ക്ക് കഴമ്പില്ല. ആരാണ് സാർ പറഞ്ഞത്? ആരാണ് സാർ പറഞ്ഞത്? എല്ലാരുടെ കയ്യിലും നല്ല തഴമ്പുണ്ട്. ഇപ്പൊ തന്നെ ആ ഡയറക്ടർ. ഞാനിവിടെ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ യുവമാരെല്ലാം കൂടെ എന്നെ സെക്യൂരിറ്റി ആക്കി. കാരണം എന്താണ്? അഭിനയിച്ച് കാണിച്ചായിരിക്കും, അതായിരിക്കും പിടിച്ച് സെക്യൂരിറ്റി ആക്കിയത്. അങ്ങനെ പറയരുത്. ഞാൻ ഇവിടെ വന്നൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ സിനിമ വെളിച്ചം കണ്ടില്ല. നല്ല കിണ്ണം കാച്ച് ഡയലോഗല്ലേ ഞാൻ അടിച്ചത്. ആണല്ലേ? അടിപൊളി ഡയലോഗ്. അത് ശരി, ഏത് ഡയലോഗാണ്? ഒന്ന് പറയൂ. അല്ല, അതിപ്പോ പറയാക്കൂല. അതെന്ത്? ഞാൻ ഇവിടെ സെക്യൂരിറ്റി അല്ലേ. അല്ല അതിപ്പോ ഞാൻ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകന്മാർ കേട്ട് കഴിഞ്ഞാൽ എന്നെ പിടിച്ച് അഭിനയിപ്പിക്കും. പിന്നെ എന്റെ ജോലി പോകൂലേ ഇവിടെ. സാർ ഇവിടെ എന്തിനാണ് വന്നത്? സിനിമ അഭിനയിക്കാൻ. ലഡു അച്ചാറും കൂടെ ഒരു വായിലിട്ട് ചവയ്ക്കുന്ന സാർ. സിനിമയിൽ അഭിനയിക്കാനല്ലേ വന്നത്? അപ്പൊ സാറേ ഒന്ന് ആ ഡയലോഗിന്റെ വേരിയേഷൻ ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ്. ഒന്ന് പറയോ സാറേ? സുരേന്ദ്രൻ ആരും കേട്ട് ഞാൻ പ്രശ്നമാണെന്ന്. അത് കുഴപ്പമില്ല സാർ, പറഞ്ഞോ, ഞാൻ നോക്കിക്കോളാം. ആരെങ്കിലും വരുന്നുണ്ടോ ഞാൻ നോക്കിക്കോളാം. നീ നോക്കിയോളൂ. ഞാൻ പറയട്ടെ. പറഞ്ഞു സാറേ. എങ്ക അപ്പ എന്റെ ചൊണ്ടേ. ആരെങ്കിലും കേട്ടാ? ഇല്ല, ആരും കേട്ടെ സാർ. കുഴപ്പമില്ല സാർ, പറഞ്ഞു. മാമനാര് എന്റെ ചൊണ്ടേ. കുഴപ്പമില്ല സാർ, സാർ പറഞ്ഞു. ആരും വരുന്നില്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല സാർ, സാറ് ബാക്കി പറഞ്ഞു. കേട്ടാ പ്രശ്നമാണ്. ഒരു കുഴപ്പമില്ല സാറ് പറഞ്ഞു. ആരെങ്കിലും കേട്ടടാ? സാറിന്റെ ചൊണ്ണയൊക്കെ ആര് വരുന്നത്? ആരും വരുന്നില്ല, ആരും കണ്ടിട്ട് പോലും മൈൻഡ് വരും ചെയ്യും. സാർ ഈ ചൊണ്ണയിലാണ് സാർ അഭിനയിച്ചത്. സാറ് സിനിമ ഇറങ്ങാത്ത എന്തായാലും നന്നായി കേട്ടാ. ഇല്ലെങ്കിൽ സാറിന്റെ പേരെന്തുവായിരുന്നു? ബാബു. ഇല്ലെങ്കിൽ ആ പോസ്റ്ററിൽ എഴുതി വെച്ചാണ് ചൊണ്ണ ബാബു ഇന്നാസം. ചൊണ്ണേ. ഹരേ കൃഷ്ണ. എടാ, എന്തോ അടുത്ത ചാൻസലർ വരുന്നടാ. ആര്? ഇവൻ കഥ, തിരക്കഥ, സംഭാഷണം, കവിതാരചന എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാണ്. ആണല്ലേ? നീ ഒരു കാര്യം ചെയ്യണം, ഇവന്റെ കൂടെ കൂടിയാ നിനക്ക് എളുപ്പം സിനിമയെ കയറാൻ പറ്റൂ. പിന്നെ വിൽവാർദ്രിയിൽ തുളസീതളം ചൂടാൻ വരും മേഘമായി ആലീനതൻ പൊന്നാതിരാപ്പൂ ചൂടുമീ രാത്രിയിൽ. സുരേന്ദ്രൻ. അയ്യോ, സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. തെറ്റിപ്പ് സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിപ്പോ കണ്ടിട്ടില്ല. മലയാള സിനിമയില് പട്ടെടുത്തിരുന്ന അല്ലല്ല, കപ്പലിലെ കാക്ക എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഏത് സിനിമ? കപ്പലിലെ കാക്ക. അയ്യോ,